ഭക്ഷയന്ത്യാസ്യ താനുഗ്രാൻ വൈപ്രചിത്താൻ മഹാസുരാൻ രക്താദന്താ ഭവിഷ്യന്തി ദാഡിമീ കുസുമോപമാം. ഭക്ഷയന്ത്യാശ്ച താനുഗ്രാൻ വൈപ്രചിത്താൻ മഹാസുരാൻ രക്താദന്താ ഭവിഷ്യന്തി ദാഡിമീ കുസുമോപമാം. താൻ ഉഗ്രാൻ, ആ ഉഗ്രന്മാരായ വൈപ്രചിത്താൻ മഹാസുരൻ, വിപ്രചിത്തിയുടെ പുത്രന്മാരായ മഹാസുരന്മാരെ, ഭക്ഷയന്ത്യ ദന്ത, ഭക്ഷിക്കുന്നവളായ എൻ്റെ പല്ലുകൾ, രക്ത ചുമന്നവയായിട്ട്, ദാഡിമീ കുസുമോപമ, മാതളത്തിൻ്റെ പൂവ് പോലെയുള്ളവയായിട്ട് ഭവിഷ്യന്തി ഭവിക്കും. ഉഗ്രന്മാരായ വൈപ്രചിത്ത മഹാസുരന്മാരെ ഭക്ഷിക്കുന്ന എൻ്റെ പല്ലുകൾ രക്തവർണ്ണങ്ങളായിട്ട് മാതളപ്പൂക്കളോട് ഉപമിക്കാവുന്നതായിത്തീരും. തതോ മാം ദേവതാ സ്വർഗേ മർത്യലോകേ ച മാനവാം സ്തുവന്തോ വ്യാഹരിഷ്യന്തി സതതം രക്തദന്തികാം. തതോ മാം ദേവതാ സ്വർഗേ മർത്യലോകേ ച മാനവാം സ്തുവന്തോ വ്യാഹരിഷ്യന്തി സതതം രക്തദന്തികാം. തഥാ, അതിനാൽ സ്വർഗേ ദേവത, സ്വർഗത്തിൽ ദേവതകളും, മർത്യലോകേ മാനവ, മർത്യലോകത്തിൽ മനുഷ്യരും, മാം സതതം സ്തുവന്ത, എന്നെ എല്ലായ്പ്പോഴും സ്തുതിക്കുന്നവരായിട്ട്, രക്തദന്തികാം, രക്തദന്തിക എന്ന് വ്യാഹരിഷ്യന്തി പറയുന്നു. അക്കാരണം കൊണ്ട് സ്വർഗത്തിൽ ദേവന്മാരും ഭൂമിയിൽ മനുഷ്യരും എന്നെ രക്തദന്തിക എന്ന് സ്തുതിച്ച് പറയുന്നു. ഭൂയസ്യ ശതവാർഷിക്യാം അനാവൃഷ്ട്യാമനംഭസി മുനിഭിഃ സംസ്മൃതാ ഭൂമൗ സംഭവിഷ്യാമയോ നിജാം. ഭൂയശ്ച ശതവാർഷിക്യാം അനാവൃഷ്ട്യാമനംഭസി മുനിഭിഃ സംസ്മൃതാ ഭൂമൗ സംഭവിഷ്യാമി അയോനിജ. ഭൂയാച്ച വീണ്ടും, ഭൂമൗ ഭൂമിയിൽ, ശതവാർഷിക്ക 100 വർഷം നീണ്ടു നിൽക്കുന്നതായ അനാവൃഷ്ട്യ മഴയില്ലായ്മയിൽ, അനംഭസി ജലമില്ലായ്മയിൽ, മുനിഭി മുനിമാരാൽ സംസ്മൃത സ്മരിക്കപ്പെട്ടവളായിട്ട്, അയോനിജ അയോനിജയായിട്ട്, സംഭവിഷ്യാമി ഞാൻ സംഭവിക്കുന്നുണ്ട്. വീണ്ടും ഭൂമിയിൽ 100 വർഷക്കാലം മഴയില്ലാതാകുമ്പോഴുണ്ടാകുന്ന ജലമില്ലായ്മയിൽ മുനിമാരാൽ സ്മരിക്കപ്പെട്ടവളായി അയോനിജയായിട്ട് ഞാൻ അവതരിക്കും. സ്ത്രീ പ്രസവിച്ച് അല്ലാതെ ജനിക്കുന്നവൾക്കാണ് അയോനിജ എന്ന് പറയുന്നത്. തദശതേന നേത്രേണാം നിരീക്ഷിഷ്യാമി യന്മുനീൻ കീർത്തയിഷ്യന്തി മനുജാം ശതാക്ഷീമീതി മാം തദാം. തദശതേന നേത്രാണാം നിരീക്ഷിഷ്യാമി യന്മുനീൻ കീർത്തയിഷ്യന്തി മനുജ ശതാക്ഷീമീതി മാം തദ. തഥ അപ്പോൾ നേത്രാണാം ശതേന 100 കണ്ണുകൾ കൊണ്ട് മുനീൻ മുനിമാരെ നിരീക്ഷിഷ്യാമി ഞാൻ നോക്കും. യത്തത എന്നത് കാരണം മാം എന്നെ മനുജ മനുഷ്യർ ശതാക്ഷിം ഇതി കീർത്തയിഷ്യന്തി ശതാക്ഷി എന്ന് കീർത്തിക്കും. അയോനിജയായിട്ട് ജനിച്ചിട്ട് ഞാൻ 100 കണ്ണുകൾ കൊണ്ട് മുനിമാരെ നോക്കും. അക്കാരണം കൊണ്ട് മനുഷ്യർ എന്നെ ശതാക്ഷി എന്ന് കീർത്തിക്കും.